KSEB ഓഫീസിൽ അതിക്രമം നടത്തിയവരുടെ വീടുകളിൽ വൈദ്യുതി വിച്ഛേദിച്ച് ആദ്യ ശിക്ഷ നടപ്പിലാക്കി KSEB. കോഴിക്കോട് തിരുവമ്പാടി KSEB സെക്ഷൻ ഓഫീസിൽ കയറി ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് വ്യക്തികളുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ച് പ്രാഥമിക ശിക്ഷ KSEB നടപ്പിലാക്കി. വീടും കണക്ഷനും അവരുടെ പിതാവിൻ്റെ പേരിലുമാണ്. ബിൽ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് തിരുവമ്പാടി ഉള്ളാറ്റിൽ ഹൗസിലെ റസാഖ് എന്ന ആളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിൻ്റെ പ്രതികാരമായ മകൻ അജ്മൽ എന്നയാളും കൂട്ടാളിയും ചേർന്ന് KSEB ലൈൻമാൻ പ്രശാന്ത്, സഹായി അനന്തു എന്നിവരെ കയ്യേറ്റം ചെയ്യുകയും വധഭീഷണി മുഴക്കുകയുമെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്ത് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി. അതിനുള്ള പ്രതികാരമായാണ് അജ്മലും കൂട്ടാളികൾ ഹസാദൂദ് മൊത്ത് സെക്ഷൻ ഓഫീസിലെത്തി അതിക്രമം കാട്ടിയത് എന്ന് KSEB അധികൃതർ അറിയിച്ചു. അതേസമയം KSEB ഉദ്യോഗസ്ഥരുടെ പേരിൽ നിന്ന് ഒരു മുന്നറിയിപ്പും നേരത്തെ ഉണ്ടായിട്ടില്ലെന്നും കണക്ഷൻ വിച്ഛേദിച്ച വീട്ടുടമ പരാതിപ്പെടുകയും ചെയ്തു. പോലീസിൽ പരാതിപ്പെട്ടതിനാൽ പോലീസാണ് നടപടിയെടുക്കേണ്ടത്. കേസ് അന്വേഷിച്ച് കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കാനിരിക്കെയാണ് KSEBയുടെ നടപടി. നിയമം നടപ്പിലാക്കാൻ KSEBക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. നിയമം കയ്യിലെടുക്കരുതെന്ന് പോലീസ് പൊതുവെ പൊതുജനങ്ങളോട് പറയാറുണ്ട്. കേന്ദ്രത്തിനെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വീരവൃത്തി വരിച്ച അഗ്നിവീറിന് ലഭിച്ചത് കേന്ദ്ര നഷ്ടപരിഹാരമല്ലെന്ന ആരോപണം എക്സിസ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൂടിയാണ് അഗ്നിവീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും രംഗത്തെത്തിയത്. വീരവൃത്തിയും മരിച്ച അഗ്നിവീർ അജയ് കുമാർ കുടുംബങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. സ്വകാര്യ ബാങ്കിൽ നിന്നും 50 ലക്ഷം രൂപ ഇൻഷുറൻസും ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഫണ്ടിൽ നിന്ന് 48 ലക്ഷം രൂപയുമാണ് കുടുംബത്തിന് ലഭിച്ചത്. അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എക്സ്ഗ്രേഷ്യ പേയ്മെൻ്റായി യാതൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് രാഹുൽ വീഡിയോ വഴി ആരോപിച്ചു. ശമ്പള കുടിശ്ശിക പോലും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും രാഹുൽ ആരോപിച്ചു. കൂടോത്രം ചെയ്തിട്ട് കാര്യമില്ല, പണിയെടുക്കണം. നേതൃത്വത്തെ ഉന്നം വെച്ച് അബിൻ വർക്കി ഒരു കാലത്ത് നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞതുപോലെ കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല, ഇത്തരക്കാർ പാർട്ടിക്ക് നാണക്കേടാണ്. 21ാം നൂറ്റാണ്ടിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയാണ് ഇതെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ചൂണ്ടിക്കാട്ടി. കൂടോത്രം വയ്ക്കാൻ എടുക്കുന്ന പണിയുടെ പകുതി പണി പാർട്ടിയിലെടുത്താൽ നല്ല നേതാവാകാൻ കഴിയും. കൂടോത്ര പണിയും കൊണ്ട് നടന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും അബിൻ വർക്കി ഓർമ്മിപ്പിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കരുത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിൻ്റേതാണ് ഉത്തരവ്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചു വയ്ക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അവ റിപ്പോർട്ടിലൂടെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തറിയുന്നത്. പക്ഷപാതപരമായ നിലപാടുകൾ എടുത്തതായും അറിയുന്നു. ഹത്രോസ് സംഭവത്തിൽ വേദനയുണ്ട്, സർക്കാരിനെ വിശ്വസിക്കുന്നു. പ്രധാന പ്രതി ബോലി ബാബയുടെ സന്ദേശം. പത്രാസിൽ 100-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ സത്സംഗുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി ആൾദൈവമായി ബോലെ ബാബ ഒളിവിലായിരുന്നുകൊണ്ട് വീഡിയോ ഒളി സന്ദേശം അയച്ചു. സംഭവത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും ഈ വേദന താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്നും കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ആരെയും വെറുതെ വിടില്ലെന്നും ഭരണകൂടത്തിലും സർക്കാരിലും വിശ്വാസം അർപ്പിക്കാനും അദ്ദേഹം പറഞ്ഞു. ഈ വേദന താങ്ങാനുള്ള ശക്തി നൽകട്ടെ. ദയവായി സർക്കാരിലും ഭരണത്തിലും
വിശ്വസിക്കുക. കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ആരെയും വെറുതെ വിടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ഒപ്പം സർക്കാരും അവരുടെ ജീവിതത്തിലും ഉടനീളം അവരെ സഹായിക്കാനും എൻ്റെ അഭിഭാഷകൻ AP സിംഗ് മുഖേന ഞാൻ കമ്മിറ്റി അംഗങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഭോലി ബാബ വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഭോലി ബാബയുടെ കേസിൽ ഭോലി ബാബയെ പ്രതി ചേർത്തിട്ടുമില്ല. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കിടെ നീറ്റിൻ്റെ കൗൺസിലിംഗ് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും. ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് ആരോപണങ്ങൾക്കിടെ നീറ്റ് UGCയുടെ കൗൺസിലിംഗ് മാറ്റി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കൗൺസിലിംഗ് ഉണ്ടാവില്ലെന്നാണ് വിവരം. ഇന്ന് തുടങ്ങാനിരുന്ന കൗൺസിലിംഗ് ആണ് മാറ്റിയത്. വാർത്താ ഏജൻസിയായ ANI ആണ് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കൗൺസിലിംഗിൻ്റെ തീയതി പിന്നീട് അറിയിക്കും. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപകമായ എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. പരീക്ഷ വീണ്ടും നടത്തേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു.